കായംകുളത്ത് UDF മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളക്കാരായ ഭരണാധികാരികളെ പുറത്താക്കുവാനുള്ള സെമി ഫൈനലാണ് ഡിസംബർ 9 നടക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പെന്ന് VD സതീശൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF കായംകുളം നിയോജക മണ്ഡലം തല തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊള്ളക്കാരായ ഭരണാധികാരികളെ പുറത്താക്കുവാനുള്ള സെമി ഫൈനലാണ് നടക്കാനിരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ ഖജനാവ് അഴിമതിയിലൂടെയും ദൂർത്തിലൂടെയും കാലിയാക്കിയവർ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണവും കൊള്ളയടിച്ചിരിക്കുന്നു. നികുതി ഭാരം കൊണ്ടും വിലക്കയറ്റം കൊണ്ടും ജനജീവിതം ദുരിതമയമാക്കിയവർ 10 വർഷം കൊണ്ട് സമസ്ത മേഖലകളിലും അരാജകത്വം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളുകൾ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിന്, അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലില്ല. അവർക്കെതിരായി നടപടി പോലും എടുക്കാൻ പേടിയുള്ള ഒരു പാർട്ടിയാണ് CPM. നടപടി എടുത്താൽ അവർ വേറെ നേതാക്കളുടെ പേരിൽ മൊഴി കൊടുക്കുമോ എന്നുള്ള പേടിയാണ്. നിങ്ങൾക്കറിയാം, അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം സ്വർണം പൊതിഞ്ഞത് കോടതി പറഞ്ഞാണ്, ഞാൻ പറഞ്ഞതല്ല. അത് സ്വർണം പൂശാനെന്നുള്ള വ്യാജേന അവിടെ നിന്ന് എടുത്തൊരു കോടീശ്വരന് വിറ്റു. എന്നിട്ട് അതിന് പകരം ഒരു വ്യാജൻ ചെമ്പിലുണ്ടാക്കി അതിൽ ചെന്നൈയിൽ കൊണ്ടുപോയി സ്വർണം പൂശിക്കൊണ്ടുപോകും. ആദ്യം കൊടുത്തത് കോടിക്കണക്കിന് രൂപയ്ക്കാണ്. ആദ്യത്തേത് അമൂല്യമായ സ്വത്താണ്. എന്നിട്ട് 2019 നടന്ന ഈ സംഭവം ആരും അറിഞ്ഞില്ല. ഒരു കള്ളൻ മോഷ്ടിച്ചിട്ട് പിന്നെ കുറെ നാൾ ആരും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കള്ളൻ എന്ത് ചെയ്യും? വീണ്ടും മോഷ്ടിക്കും. അത് തന്നെ ശബരിമലയിൽ നടന്നു. 2019 നടന്ന സംഭവം 2024 വരെ ആരും അറിഞ്ഞില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഒരു മോഹം ദേവസ്വം ബോർഡിന്, ഒന്നും കൂടി സ്വർണം പൂശണം, അത് പുറത്തേക്ക് തന്നെ കൊണ്ടുപോകണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ തന്നെ കൊടുക്കണം. ഭാഗ്യത്തിന് കോടതി ഇടപെട്ടു. ഇല്ലായിരുന്നെങ്കിൽ അവർ അയ്യപ്പന്റെ തങ്ക വിഗ്രഹം വരെ അടിച്ചു മാറ്റുമായിരുന്നു. ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല. മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയാൽ നമ്മൾ സർജറിക്ക് പോകുന്ന ആളുകൾ നൂലും സൂചിയും കത്രികയും കൂടി മേടിക്കാം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഞ്ഞി വരെ മേടിച്ചുകൊണ്ട് പോകണം. പഞ്ഞി പോലും അവിടെ ഇല്ല. പഞ്ഞി പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജാക്കി കേരളത്തിലെ മെഡിക്കൽ കോളേജുകളെ ഇവർ അധപ്പതിപ്പിച്ചു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. വാട്ടർ അതോറിറ്റി കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 5000 കോടി രൂപയാണ്. PWD കരാറുകാർക്ക് കൊടുക്കാനുള്ളത് 15000 കോടിയാണ്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി, സപ്ലൈകോ പോയി, ഇലക്ട്രിസിറ്റി ബോർഡിന് 50000 കോടി രൂപയുടെ കടവാണ്. 50000 കോടി നമ്മളെ ഗവൺമെന്റ് ലാഭത്തിലാക്കിയതാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇപ്പൊ 50000 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. നിയോജക മണ്ഡലം UDF കൺവീനർ AM കബീർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ്, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് E സമീർ, KP ശ്രീകുമാർ, EB കുര്യാക്കോസ്, A ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, തോമസ് മാത്തുണ്ണി, A നിസാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ T സൈൻലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, EP ഷാജഹാൻ, K പുഷ്പദാസ്, M വിജയമോഹനൻ, ബിധു രാഘവൻ, PC രഞ്ജി, ബിജു നസറുള്ള, ശോഭ സുരേന്ദ്രൻ, ഷുക്കൂർ വഴിച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.